എല്ലാം നീ തന്നെ വരുത്തി വെച്ചതല്ലേ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നീ ജയിച്ചോ? ഞാൻ പണ്ടേ തോറ്റുപോയെന്നാ. എന്റെ മക്കളെങ്കിലും ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അവര് തോൽക്കാൻ വേണ്ടിയാ മത്സരം. എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ അച്ഛാ. എനിക്ക് 20 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രായത്തിൽ ആരെയൊക്കെ വിശ്വസിക്കരുത്, ആരെയൊക്കെ വിശ്വസിക്കണം എന്നെനിക്കറിയാതെ പോയി. അത് പറഞ്ഞു തരാൻ വേണ്ടിയാ അച്ഛനമ്മമാരും ഗുരുജനങ്ങളും ബന്ധുക്കളും. അച്ഛൻ പറഞ്ഞു തന്നില്ലേ, അനുസരിച്ചോടി നീ. ഇനി വരുന്നതെല്ലാം അനുഭവിക്കും. അച്ഛാ പ്ലീസ്, ഇങ്ങനെ വഴക്ക് പറഞ്ഞ ഉള്ള ധൈര്യം കൂടി ഇല്ലാണ്ടാവും. പിന്നെ മോനെ എടുത്തോണ്ട് വല്ല കിണറ്റിലും ചാടി ചാകാനേ പറ്റും. അവൻ വന്നു പോയില്ലേ, ഇനി എന്താ? നാളെയും വരുമെന്നാ പറഞ്ഞത്. ഇന്ന് മോനെ എടുത്തോണ്ട് പോയതാ. ആന്റി വെട്ടുകത്തിയൊക്കെ എടുത്തോണ്ട് ചെന്നു. മുന്നിലെ വാതിലടച്ചു പൂട്ടിയിട്ടു. അത് കാരണം മോനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. നാളെ രവിയെങ്കില് വരുമ്പോ ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ നേരെ ശരത്തേട്ടന്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുന്നു. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പോലീസിനെ വിളിക്കണോ? അതോ കുറെ പേരെ വിളിച്ചു വരുത്തി അവരെ തല്ലിക്കണോ? അതുകൊണ്ട് തീരും അവന്റെ ഭീഷണി? അങ്ങനെയൊന്നും വേണ്ട അച്ഛാ. എന്നെ നാളെ ശരത്തേട്ടന്റെ വീട്ടിലോട്ട് കൊണ്ടുവിട്ടാ മതി. അതുകൊണ്ട് എന്താ ഗുണം? അവൻ അവിടെയും വരില്ലേ? ശരത്തേട്ടന്റെ വീടെന്താ ബാലികാറ മലയാണോ? നാളെ രവിയെങ്കില് വരുമ്പോ ഞാനിവിടെ ഇല്ലാതിരുന്നാ മതിയെന്നാ ആന്റി പറഞ്ഞത്. ആന്റി വിചാരിച്ച അയാളെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇന്ന് ആന്റി ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അതും ആന്റി അത്രയും ബോൾഡായിട്ട് നിന്നതുകൊണ്ട്. നീ രക്ഷപ്പെട്ടോ? അയാൾ നാളെയും വരുന്നല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ നീ രക്ഷപ്പെടുന്നത്? ആന്റി നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു വെച്ചാ. അവൾ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? അവന്റെ നാക്ക് പിഴുതു കളയോ? അച്ഛാ ദേഷ്യപ്പെടല്ലേ അച്ഛാ. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ. എടി വിവരക്കേട് പറയുമ്പോ എങ്ങനെ ദേഷ്യം വരായിരിക്കും? നാളെ രവിശങ്കർ വരുമ്പോ അവൻ തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യും? അത് ആന്റി നോക്കിക്കോളൂ അച്ഛാ. രവിയങ്കിളിന് ആന്റിയെ പേടിയാണെന്ന് തോന്നുന്നു. ആന്റി അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ നാളെ എന്നെ ശരത്തേട്ടന്റെ വീട്ടിലൊന്ന് എത്തിച്ചാ മതി. അവരന്തം വിട്ട് പോവില്ലടേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് നിന്നെയും കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുചെന്ന് തള്ളിയ ഇതിനൊക്കെ ഒരു ചടങ്ങും മര്യാദയൊക്കെ ഇല്ലേ? അച്ഛൻ എങ്ങോട്ടെങ്കിലും അർജന്റായിട്ടൊരു യാത്ര പോണോന്ന് മറ്റോ പറഞ്ഞാലോ? തിരിച്ചു വരാൻ കുറെ താമസിക്കും, വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടാ പെട്ടെന്ന് കൊണ്ടുവിടേണ്ടി വന്നതെന്ന് പറഞ്ഞാ പോരെ അച്ഛാ? നാളെ എപ്പോ പോണെന്നാ നീ ഉദ്ദേശിക്കുന്നത്? രാവിലെ പോണോ അച്ഛാ? 10 മണിക്ക് മുൻപ് ഇവിടുന്ന് ഇറങ്ങണം. നാളെ എനിക്ക് ബാങ്ക് പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോയാലോ? 11 മണിക്ക് രവിയങ്കിള് വരും. അതിനു മുമ്പ് പോണം. നാളെ ഒരു ദിവസം അച്ഛന് ലീവ് എടുത്തൂടെ? വേറെ നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ. നമ്മൾ പോയി കഴിയുമ്പോ അവനിവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കില്ലേ? ആന്റി നോക്കിക്കോളൂ അച്ഛാ. അച്ഛനൊരു കാര്യം ചെയ്യോ? ശരത്തേട്ടന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് പറയോ നാളെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്?